20 വർഷമായിട്ട് പറയാൻ കാത്തിരുന്ന ആ ഒരു രഹസ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. എറണാകുളത്ത് നിന്ന് പാതിരയ്ക്ക് വണ്ടിയും പിടിച്ച് ഞങ്ങൾ തൃശ്ശൂരെത്തിയപ്പോൾ അതേ അമ്മമ്മോട് ഉറങ്ങാണ്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ കയറി ചെന്ന് അവളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് സർപ്രൈസ് ചെയ്തു. അപ്പോൾ ഈ ഒരു റിയാക്ഷനായിരുന്നു അവളുടെ മുഖത്തുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വാരി പുണർന്ന് ഇല്ലാത്ത സ്നേഹവും അങ്ങോട്ട് കാണിച്ച് ഞങ്ങളെല്ലാവരും അവളെ ഹഗ് ചെയ്ത് അവളുടെ ബർത്ത്ഡേയും വിഷ് ചെയ്ത് അന്നത്തെ ഡേ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ അല്ല ഞങ്ങൾ പോയത്. ഞങ്ങളിത് ഈ ഒരു കേക്കും പിന്നെ അവൾക്ക് വേണ്ട കുറച്ച് ഗിഫ്റ്റും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളോട് ആ ഒരു നഗ്ന സത്യം പറഞ്ഞു ഗൈസ്. ഇത് വായിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായി. ഇതായിരുന്നു അവളുടെ റിയാക്ഷൻ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റും കൊടുത്തു. 19 ഗിഫ്റ്റ് പിന്നെ 1 കേക്ക്, അങ്ങനെ 20 ഗിഫ്റ്റായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഇവിടെ എന്താ നടക്കണേന്ന് അറിയാണ്ട് ഉറക്കത്തിൽ നിന്ന് വന്ന പപ്പ ഇത് സ്വപ്നമാണ് ഒറിജിനലാണ് ഭാര്യ കിടന്ന് ഉറങ്ങിയാ മതിയായിരുന്നു പുരി. ഹായ് എൻ്റെ മക്കളെല്ലാം വന്നേ, എനിക്ക് സന്തോഷമായി. അതായിരുന്നു മമ്മിയുടെ റിയാക്ഷൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വട്ടനെ നിന്ന് ചർക്കാപ്പറക്കാന്ന് കേക്കും കട്ട് ചെയ്ത് ഓരോ പീസ് അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചു അങ്ങനെ ഞങ്ങൾ കേക്ക് അങ്ങോട്ടും മത്സരിച്ച് പങ്കുവെച്ച് തിന്ന് തീർത്തു. എല്ലാവർക്കും നമ്മൾ അങ്ങോട്ടും കേക്കൊക്കെ ഷെയർ ചെയ്തു. ഏറ്റവും വലിയ വയറുള്ള എനിക്ക് വേണം നമ്മുടെ പാപ്പ മേടിച്ച്. അതിൻ്റെ തൊട്ട് പിന്നാലെ ഈ ആക്കും കേക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ച്. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഗിഫ്റ്റിൻ്റെ കൂടാണ്. ഇത്രയും കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവള്. ഇത് കൊള്ളാം, പാതിരയ്ക്ക് കേക്കും ഗിഫ്റ്റും സൂപ്പർ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഗിഫ്റ്റ് തുറന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയോ കുറേ സാധനം ചേച്ചി വാരിപ്പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണ് കുപ്പിയാ? കൊള്ളാം, എല്ലാം കുടിക്കാറില്ല എൻ്റെ മുതൽ. തലജീവൻ ചീപ്പൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം. ഇതെന്താണ് ഡ്രസ്സാ? ഇത് കൊള്ളാലോ, നല്ല അളവ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ സൈസിന് തന്നെ ആണോ അത് ചേച്ചിയുടെ ആണോ? കുഴപ്പമില്ല, എനിക്ക് ഇടാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഇതിനകത്ത്, കുറേ എന്തൊക്കെയോ വാരി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി. വീട്ടിലുള്ള പഴയ സാധനങ്ങളാണോ? ഇതെന്താണ് പേൻ്റാ? കൊള്ളാം, പക്ഷെ കുറച്ച് ഇറക്കം കൂടുതലാണോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, പാൻ്റ് ഇടാം. പിന്നെന്തൊക്കെയോ ഉണ്ടല്ലോ, അയ്യോ ഇതെല്ലാം കണ്ടിട്ട് ചീരയൊക്കെ വന്നെ. ഇനി എന്തെന്താണോ ഉള്ളത്? പെർഫ്യൂം. ഇതെല്ലാം കണ്ട് എനിക്ക് പറ്റി വല്ലതും ഉണ്ടോ നോക്കാൻ വന്ന പപ്പ. ഇതെന്താണ് ബുക്കാ? എനിക്ക് വേണ്ട. കണ്ണാടിയാ ഓട്ടസ് എനിക്ക് വേണ്ട. ഇതെന്താണ്? എന്തൊക്കെയോ കുറേ ഉണ്ടല്ലോ ഇതിനകത്ത്, എനിക്ക് പറ്റൊന്നുമില്ല. ചുമ്മാ മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ് കാത്തിരുന്നിട്ട് ഒന്നും കിട്ടിയുമില്ല. ഫോട്ടോയൊക്കെ ആയിരിക്കും വേണം. ഇതിനകത്ത് എനിക്ക് പറ്റൊന്നുമില്ല. ഒരെണ്ണം പോലും ഇല്ലല്ലോ, ഞാൻ പോണില്ലേ. വെറുതെ ഉറക്കവും കളഞ്ഞ് അതേ കിടന്ന് ഉറങ്ങിയാൽ തിന് നല്ല സ്വപ്നം കാണാമായിരുന്നു. അപ്പോൾ ഇതോടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്. I take one look at you, you're taking me out of the ordinary. I want you laying me down to the dead and buried. On the edge of the knife, staying drunk on the vibe. The angels up in the